നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഒന്ന് കോവളത്തോ വിഴിഞ്ഞത്തോട്ടോ പോകുമ്പോഴേ ഒരു സൈഡ് 150-300 രൂപ ടോൾ എന്ന് പറയുന്നത് അതൊരു വലിയ എമൗണ്ട് തന്നെയാണ് അല്ലേ. നമ്മളിപ്പോൾ ലോങ് റൂട്ട് പോകുന്ന സമയത്താണെങ്കിൽ കുഴപ്പമില്ല. ഈ 150 രൂപ ടോൾ കൊടുത്തിട്ട് നമ്മളൊരു 100 കിലോമീറ്റർ ആ റോഡ് യൂസ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എമൗണ്ട് ഒരു വലിയ എമൗണ്ടാണ്. ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത് ഈ തിരുവല്ലം ടോൾ കട്ട് ചെയ്ത് പോകാനുള്ള ഒരു ഷോർട്ട് കട്ടാണ്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓൾറെഡി ഞങ്ങൾ ഈ ഷോർട്ട് കട്ട് ഒരു റൂട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെ ഈ വാഴമുട്ടം പോയിട്ട് പാച്ചല്ലൂർ വഴി തിരുവല്ലത്ത് പോകുന്ന ഒരു റൂട്ട്, ചെറിയൊരു ഷോർട്ട് കട്ടിലൂടെ കയറി ടോൾ ബൂത്തിന്റെ അപ്പുറത്ത് ഇറങ്ങാൻ പറ്റുന്ന ഒരു റൂട്ടാണ് ഞങ്ങൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ ഫ്രണ്ടിൽ കാണുന്നത് കോവളം സിഗ്നലാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് ആണ് നമ്മളെ കോവളം ബീച്ചൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ സിഗ്നലിൽ നിന്ന് വീണ്ടും ഫ്രണ്ടിലോട്ട് പോകണം. ഇത് വാഴമുട്ടം കഴിഞ്ഞിട്ടുള്ള സിഗ്നലാണ്. ഇവിടെ നിന്ന് റൈറ്റ് കയറിയിട്ടാണ് നമ്മൾ യൂഷ്വലി ഈ ടോൾ കട്ട് ചെയ്ത് പോകാറുള്ളത്. ഇവിടെ ഈ ബോർഡ് വെച്ചിട്ടുണ്ട്, എറണാകുളം സ്ട്രെയിറ്റ് പാച്ചല്ലൂർ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് കയറി പാച്ചല്ലൂർ പോയിട്ട് പാച്ചല്ലൂരിൽ നിന്ന് തിരുവല്ലം പോയി ഇറങ്ങും. അപ്പോൾ അത് നമുക്കൊരു 8-10 മിനിറ്റ് സമയം എടുക്കും. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന റൂട്ട് ഈ റൂട്ടല്ല. ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും ഫ്രണ്ടിലോട്ട് പോയിട്ട് ആ ടോൾ ബൂത്തിന്റെ തൊട്ട് മുന്നേ നമുക്ക് ലെഫ്റ്റ് എടുക്കാൻ പറ്റും. ഇവിടുത്തെ സിഗ്നൽ ഓൺ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ടോൾ ഗേറ്റ് എത്തിയിട്ടുണ്ട്. ഫ്രണ്ടിൽ കാണുന്നതാണ് ടോൾ ഗേറ്റ്. അപ്പം ടോൾ ഗേറ്റിന് തൊട്ട് മുന്നേ ഉള്ള സർവീസ് റോഡ് നമ്മൾ ഇറങ്ങണം. ഈ സർവീസ് റോഡ് ടോൾ ഗേറ്റ് ഇതോടെ നമുക്ക് നേരെ കാണാം. ഒരു 100 മീറ്റേഴ്സ് ഫ്രണ്ടിൽ ടോൾ ഗേറ്റ് കാണാം. നമ്മൾ ഇവിടെ നിന്ന് സർവീസ് റോഡ് ഇറങ്ങുന്നു. സർവീസ് റോഡ് ഇറങ്ങി ഉടനെ ഒരു ഹമ്പുണ്ട്. ഈ ഹമ്പ് കയറി കുറച്ച് ഫ്രണ്ടിലോട്ട് പോകണം. പോകുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് പോകണം. കാരണം ഞാൻ ഈ പറയാൻ പോകുന്ന റൂട്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വഴി അവിടെ ഉണ്ടെന്ന് തന്നെ പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു വാഹന പുക പരിശോധന കേന്ദ്രത്തിന്റെ ബോർഡറിൽ ഇരിപ്പുണ്ട്. ഇവിടെ ഈ പോസ്റ്റിന് മുന്നേ കിടക്കുന്നതാണ് റോഡ്. കണ്ട, ഈ റോഡ് ഈ റോഡിന്റെ വീതി കണ്ടല്ലോ, ഒരു വണ്ടിക്ക് പോകാനുള്ള വീതിയേ ഉള്ളൂ. പിന്നെ റോഡ് അത്യാവശ്യം കുണ്ടും കുഴിയും എല്ലാം ഉള്ള റോഡുമാണ്. ഇവിടെ വെള്ളക്കെട്ടുണ്ട്. ചെറിയ മഴ പെയ്താൽ തന്നെ ഈ റോഡിൽ വെള്ളം കെട്ടും. ഇവിടെ കല്ലുകൾ കിടപ്പുണ്ട്. ഈ കല്ലുകളും പ്രശ്നമാണ്. നമ്മളെ ഫ്രണ്ട് ഒരു സ്വിഫ്റ്റ് പോകുന്നുണ്ട്. ഈ സ്വിഫ്റ്റ് പോലത്തെ വണ്ടിയൊക്കെ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ കൊണ്ടുവരിക. ഓട്ടോ ഇങ്ങ് പോട്ടെ ആണ് നല്ലത്. അല്ല, ഒരു വണ്ടിക്ക് പോകാനുള്ള വീതിയേ ഉള്ളൂ. ആ ഓട്ടോ വന്നപ്പോൾ തന്നെ ഓട്ടോ ഇനി ചേട്ടൻ ഇതിനകത്ത് കയറ്റി നിർത്തും. അപ്പം നമ്മൾ പോകും. ഇതാണ് ഈ റോഡിന്റെ അവസ്ഥ. പക്ഷേ വലിയ കുഴികളുണ്ട്. ആണ് ഞാൻ പറഞ്ഞത്, പൊക്കം കുറഞ്ഞ വണ്ടികൾ ദയവ് ചെയ്ത് ഇതുവഴി കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ നീ 50 മീറ്റർ നമ്മൾ ഈ വഴിക്കകത്തൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ ടോൾ ബൂത്ത് കാണാൻ പറ്റും. ടോൾ ബൂത്തിന്റെ തൊട്ട് സൈഡിൽ കൂടെയാണ് നമ്മൾ ഇവിടെ നിന്ന് അപ്പുറത്ത് പോകുന്നത്. ആ സ്വിഫ്റ്റ് പോകുന്നത് കണ്ട, അതിന്റെ മാക്സിമം ആ നടുക്കെല്ലാം തട്ടിയിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി മാത്രമേ ഈ റൂട്ട് കൊണ്ടുവരാവൂ. ഞാൻ പ്രത്യേകം പറയാണ്. പിന്നെ ഈ അവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ളവർ ഈ റൂട്ട് എടുത്ത് വരികയും ചെയ്യരുത്. ട്രിവാൻഡ്രത്തിൽ നിന്ന് കളിക്കാവളോട്ട് പോകുന്നവർ ഒരു കാരണവശാലും ഈ റൂട്ട് എടുക്കരുത്. അവർ തിരുവല്ലത്തിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് പാച്ചല്ലൂർ വഴി തന്നെ പോകണം. കോവളത്തിൽ നിന്ന് ട്രിവാൻഡ്രത്തോട്ട് പോണവർക്ക് ഈ റൂട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഇവർ സ്കൂട്ടറൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇവിടെ ഉള്ള ആളുകളല്ലേ. അപ്പം നമുക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇത്രേ ദൂരേ ഉള്ളൂ. നമ്മളിവിടെ എത്തി. നമ്മൾ ഈ ഇരിക്കുന്നതാണ് ടോൾ ബൂത്ത്. കണ്ടോ, ടോൾ ബൂത്തിന്റെ തൊട്ടിപ്പുറത്ത് നമ്മളൊന്ന് കയറിയിട്ടുണ്ട്.